ഹലോ, ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡാണ്. ബ്രെഡും ജാമും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിച്ചവർക്ക് ഇങ്ങനൊരു സ്വീറ്റ് ഉണ്ടാക്കി കഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ 5-6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി ഒരു ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്നത് സൈഡിലേക്ക് മാറ്റി വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് 2-3 സ്പൂൺ റവയും ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ശർക്കരയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് എടുത്ത് കൊടുക്കാം. ഒരു രുചിക്ക് ഞാൻ അല്പം പംകിൻ സീഡും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ചെറുതായി അരിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ എടുക്കുക. അതിലേക്ക് കുറച്ച് നട്ട്സ് വിതറി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ കൂട്ട് ഈ കേക്ക് ടിന്നിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് സെറ്റ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഓരോ പീസായിട്ട് ഒരു വട്ടയപ്പൊക്കെ ഷേപ്പിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നമുക്ക് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട, ചെറിയ നിസാര സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.